शुक्रिया। टाइम तो बहुत കമ്മി എന്ന് പറയുന്നുണ്ട്. ടൈം तो बहुत അതാണ് ഹിന്ദി അല്ലേ, മലയാളം അല്ലേ അത്? അതൊക്കെ കമ്മിയാണെന്ന് പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാർ കമ്മി. ഏഹ് നൂറുകണക്കിന് വാക്കുകൾ ഞാൻ അതൊന്നും ചെയ്യണം. ഏകദേശം ഒരു 10-50ഓളം വാക്കുകൾ, എനിക്ക് 100ഓളം വാക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു യൂട്യൂബിൽ പണ്ട്. ഹിന്ദി സംസാര ഭാഷയിലെ മലയാളം ടച്ച് ഇനി ഒന്നുകൂടി ആവർത്തിച്ച് നമുക്ക് പറയാം. എൻ്റെ അഭിപ്രായം ഒരു 500 വാക്കെങ്കിലും ഇനി എനിക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ തന്നെ പറയാറുണ്ട്, ഹിന്ദി സംസാര ഭാഷ ഹിന്ദിക്കാരെ പോലെ പറയുക എന്നത് ഏതൊരു മലയാളിയുടെയും ഡ്രീമാണ്, സ്വപ്നമാണ്. കാരണം ഇന്ത്യ ആകെ സഞ്ചരിക്കുവാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് മലയാളി എന്ന് പറയുന്നത്, ലോകമാകെ. അപ്പോ ഹിന്ദി ജബാൻ तो बहुत ही आसान है. ഓക്കെ, ഇത് സൗണ്ട് കേൾക്കില്ല, ലൗഡ് ക്ലിയർ അല്ലേ? എന്താണ് സംഭവം? സൗണ്ട് ക്ലിയർ ആണോ? ചില മെസ്സേജുകളൊക്കെ കാണുന്നു. അതെ, സൗണ്ട് ക്ലിയർ ആണ്, സൗണ്ട് ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബഹുത് ധന്യവാദ്, ബഹുത് ശുക്രിയ. നമ്മൾ സൗദി അറേബ്യ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവരെ കാഴ്ചയിൽ ഒക്കെ ഇന്ത്യക്കാരാണ്. അപ്പോ ഒരു മലയാളിയും ഒരു യുപിക്കാരനും തമ്മിൽ അറബി വർത്താനം പറയുന്നുണ്ട്. കേൾക്കണ സംഭവം? അറബി വർത്താനം പറയുന്നത്. അയ്യോ ഖലാസ് എന്താ താലിന ഇജ്ലിസിന. അപ്പൊ അറബി ചോദിക്കുക, ഇതെന്താ നിങ്ങൾ എന്റെ ഭാഷ പറയണേ, നിങ്ങളെ ഭാഷ എന്താ പറയാത്ത? അപ്പൊ നമ്മള് പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, നമ്മളെ നാട്ടിൽ 100 ഭാഷയാണ്. പക്ഷേ ഹിന്ദി ജബാൻ തോ ജാന ഹർ ഏക് ഇന്ത്യൻ, നമ്മുടെ പാസ്പോർട്ട് ഒന്നല്ലേ, ഹർ ഏക് ഹിന്ദുസ്ഥാനിക്ക് ഊപ്പർ ബഹുത് ജറൂരി ഹൈ. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആണ്, ലളിതമാണ്, ഒരു പുസ്തക ഭാഷയല്ല, സംസാര ഭാഷയാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനൊക്കെ എഫേർട്ട് എടുക്കാതിരുന്നാലും ഹിന്ദി സംസാര ഭാഷ പഠിക്കുവാൻ ഓരോ ഇന്ത്യക്കാരനും, അത് എവിടെയാണ് ലജ്ജ കാണാന്നറിയോ? ഇപ്പൊ നമുക്കൊരു സൗകര്യമുള്ള ബോംബെ വഴി നമ്മൾ വരുന്നില്ല, ഇപ്പൊ നമ്മൾ പോരുന്നത് കോഴിക്കോടേക്ക് നേരിട്ടാണ്, അല്ലെങ്കിൽ കരിപ്പൂർക്ക്, അതല്ലെങ്കിൽ മറ്റേ എവിടേക്ക്, പിന്നെ കൊച്ചിക്ക്. എന്നാൽ ബോംബെ വഴി വരുമ്പോ അവരോടും കൂടി കസ്റ്റംസ് ഓഫീസറിനൊക്കെ ഈ അറബി പറയല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. മലയാളികൾ വല്ലാതെ ഇംഗ്ലീഷൊന്നും അല്ലാതെ പോകില്ല. ഓക്കെ, ധന്യവാദം, ആപ്ക ശുക്രിയ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് തുടങ്ങുകയാണ്. ഹിന്ദി സംസാര ഭാഷ ആർക്കെങ്കിലും നന്നായി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ ഞാനതിനൊരു ഉദാഹരണം. 0 ലെവൽ സെ ഹിന്ദി ജബാൻ തോ मैंने सीख लिया है. 0യിൽ നിന്ന് ഞാൻ ഹിന്ദി സംസാര ഭാഷ പഠിച്ചു. ഹിന്ദി ഭാഷയിൽ ഞാൻ ട്രാൻസ്ലേറ്റർ ആയിരുന്നു. അറബി, ഹിന്ദി, ഉറുദു എന്ന ഭാഷയിൽ ഞാൻ ട്രാൻസ്ലേറ്റർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട്, ഉമ്മീദും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും ഹിന്ദി ഭാഷ സംസാരിക്കാൻ പഠിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ തുടിസെ ആപ് റിസ്ക് കർനാ ചാഹിയേ, ഇസ്തേമാൽ തോ ആസാനി ഹോനാ ചാഹിയേ. നമ്മളിങ്ങനെ ഇസ്തേമാൽ ചെയ്തുകൊണ്ട്, ഇസ്തേമാൽ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് നോളജാ പഠിക്കുന്നത്. 0 ലെവൽ സെ ഹിന്ദി ജബാൻ, ഹിന്ദി ഭാഷ. ജബാൻ എന്ന് പറഞ്ഞാൽ ഭാഷ എന്നാണ്, മനസ്സിലായോ? നിങ്ങൾ ഹിന്ദി സിനിമയൊക്കെ കാണുന്നുണ്ടാകും. ഹിന്ദി സിനിമയിലെ ഡയലോഗ് അതാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഹിന്ദി സിനിമയിലെ ഡയലോഗ് ഉറുദു ഹിന്ദി മിക്സ് ആണ്. നിങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് മിൽ ചുൽക്കെ രഹത്തെ ഹേ ആദ്മി ലോഗ്. മിൽ ചുൽക്കെ എന്ന് പറയും, എന്ന് പറഞ്ഞാല് ഒന്നിച്ച് മിങ്കിളായിട്ട് ജീവിക്കുന്ന ഒരു കൾച്ചറാണ് അവിടെ. ഉറുദു ഹിന്ദി എന്ന് പറയുന്നത് പ്യൂർ ഹിന്ദി സംസ്കൃതത്തോട് യോജിച്ചു വരും, പ്യൂർ ഉറുദു അറബിയോട് യോജിച്ചു വരും. ഇതിന്റെ ഇടയിലുള്ള ഒരു ഭാഷയാണ് ആളുകൾ സംസാരിക്കുന്നത്, നോർത്ത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ സംസാര ഭാഷ. ഓക്കെ, ധന്യവാദം, ആപ്ക ബഹുത് ശുക്രിയ. ലിഖ്നേക്ക് ജറൂത്തി നെയ് ഹൈ, എഴുതേണ്ട ഒരാവശ്യവുമില്ല. പഠനേക്ക് കൊയ് ജറൂത്തി നെയ് ഹൈ, വായിക്കേണ്ട ഒരാവശ്യവുമില്ല. ബോൽക്കെ ആപ് ആകെ ബഡ് ജായെങ്കെ, പറഞ്ഞ് നിങ്ങൾ മേലോട്ട് പോകും. ഇതാണ് ഹിന്ദി എന്ന് പറയുന്ന സംസാര ഭാഷ ലളിതമായി പഠിപ്പിക്കുന്ന നമ്മുടെ ഒരു തിയറി, അറബിക് യൂണിയൻ അക്കാഡമിയുടെ ഒരു തിയറി. മെയ് 2-ാം തീയതി പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട് എന്ന് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആപ്ക ധന്യവാദ്, ബഹുത് ശുക്രിയ. ആകെ ജായെങ്കെ ഹം, ठीक है? ഓക്കെ, ഞാൻ കുറച്ചൊക്കെ ഹിന്ദി പറയും, അതിങ്ങനെ പറഞ്ഞൊക്കെ പോവാ. ഇന്ന് 0 ലെവലില് ഒരു പക്ഷെ നമ്മുടെ കൂട്ടത്തില് നന്നായി ഹിന്ദി അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷെ അവരോട് എനിക്ക് പറയാറുള്ളത്, മാഫ് കീജിയെ ജനാബ്, മാഫ് കീജിയെ. 0 ലെവൽ സെ ജിൻ ലോഗ് ഹിന്ദി സീഖ് രഹേ ഹൈ ഉൻ ലോഗ് കെ ലിയേ ഈ സെഷൻ. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് ഒരു ഭാഷയിലെ സാധാരണക്കാരായ ആൾക്കാരുടെ എങ്ങനെയാണോ മാമൂലി ആദ്മി എന്ന് പറയുക, ആം ആദ്മി എന്ന് പറയും. ഇപ്പൊ നമ്മൾ ആം ആദ്മി പാർട്ടി അറിയില്ല, അത് ആം ആദ്മി എന്നാണ്. ഈ അറബി പഠിച്ച ആളുകൾക്ക് ഉറുദു എളുപ്പമാണ്. കുറച്ച് പ്രൊണൗൺസിയേഷൻ ഹിന്ദിയിലും അങ്ങനെ തന്നെ. ആം ആദ്മി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ.
അവരുടെ സംസാര ശൈലിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മളൊരു പൊളൈറ്റായി സംസാരിക്കുന്ന ഒരു 5 ഡിഫറെന്റ് ശൈലിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആദ്യമായി ആ ഡിഫറെന്റ് ശൈലി എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ ആളുകൾ സ്കൂളിലുള്ള പുസ്തകത്തിൽ വായിച്ചതുപോലെ, ഇപ്പൊ ഞാനൊരു സ്കൂൾ മാഷെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു ഹിന്ദിയിൽ ലെക്ചറാണ് അദ്ദേഹം, പക്ഷെ സംസാരിക്കുന്നിടത്ത് എനിക്ക് അത്ര അറിയില്ല. ബോൾനേ സക്ത എന്ന് പറഞ്ഞു, അതൊരു കാര്യമില്ലല്ലോ. ഒരു ഭാഷ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നാവിലുണ്ടാവണം. പുസ്തകത്തിലും പേനത്തുമ്പിലുണ്ടായിട്ട് ഒരു കാര്യമില്ല, നാവിലുണ്ടാകണം. ആസാനി സെ ബാത് കർണ ചാഹിയേ. കാരണം എന്താ പറയുക, യഹ് ഏക് കിതാബ് ഹെ. ഇതെന്താ പറയാ, ഇത് ഒരു പേനയാണ്. മലയാളിയുടെ ഹിന്ദി എങ്ങനെ ഉണ്ടാവുക? യഹ് ഏക് കലം ഹെ. മേം മേം അതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. യേ കലം ഹെ അങ്ങനെ പറയണം. എന്ന് പറയൂല. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എങ്ങനെ സംസാര ഭാഷയുടെ ഒഴുക്കോട് കൂടെയുള്ള ശൈലിയാണ് ആജ് ഹം സീഖ് രഹേ ഹെ. സീഖ് രഹേ ഹെ. മനസ്സിലായോ? അപ്പൊ താങ്കളുടെ പേരെന്താണ്? തുമാര നാം ക്യാ ഹെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അങ്ങനെയല്ല വേണ്ടത്. തുമാര നാം ക്യാ ഹെ തെറ്റല്ല. ഒരു ബഹുമാനമുള്ള ഒരു അവസ്ഥയിലാണ് ഒരാളുടെ പേര് ചോദിക്കുള്ളൂ. കാരണം പരിചയമില്ലാത്തവരോടല്ല പേര് ചോദിക്കുള്ളൂ. നമ്മൾ ജിൻലോക്കോ ജാൻകാരി നെയ്യേ ഉൻസെ ഹം ആപ്പസ് മേ താറുഫ് ദേത്തെ താറുഫ് കർത്തെ. അതായത് നമുക്ക് പരസ്പരം പരിചയമില്ലാത്തവരോടാണ് നമ്മൾ പരിചയപ്പെടുമ്പോഴാണ് എന്താ സാറേ പേര് എന്ന് ചോദിക്കണം. എന്തടാ പേര് എന്ന് ചോദിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ തുമാര നാം ക്യാ ഹെ എന്നതും തെര നാം ക്യാ ഹെ എന്നതും വളരെ സിമ്പിൾ ആണ്. തെര നാം ക്യാ, ഒരു ബേട്ടാ തെര നാം ക്യാ ഒന്നും കുഴപ്പമില്ല. മോനെ എന്താ കുട്ടിയെ നിന്റെ പേര്? ചോദിക്കാം. എന്താ കുട്ടിയെ പേര്? തെര നാം ക്യാ ഹെ. പക്ഷേ നമ്മൾ ബഹുമാനത്തോടു കൂടി ഒരാൾ ചോദിക്കുമ്പോ ആപ്കാ നാം ക്യാ ഹെ എന്ന് ചോദിക്കണമെന്ന ബേസിക് നോളജ് അതറിയാത്തവരാരും ഉണ്ടാകൂല. പിന്നെ ഞാൻ പറയാണ്. ഓക്കെ, നാം ക്യാ ഹെ ആപ്കാ എന്ന് ചോദിക്കാം, ക്യാ നാം ഹെ ആപ്കാ എന്നും ചോദിക്കാം. ഇനി അതേ സർജി നാം ക്യാ ഹെ എന്നും ചോദിക്കാം. സർജി എന്ന് ചോദിക്കുമ്പോൾ ജനാബ് ഇങ്ങനെയൊക്കെ ഒരു ചോദിക്കും. മേഡത്തിന് മേഡം നാം ക്യാ ഹെ ആപ്കാ. ഓക്കെ ആണോ? അപ്പൊ അത് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇനി ഒരു പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. ഹറേക്ക് ഇൻസാൻ കോ യേ ബാത് ബഹുത് പക്കാ ഹെ. പക്കാ ഹെ എന്ന് പറഞ്ഞാൽ കച്ചാ പക്കാ എന്നൊക്കെ. പക്കാ ഹെ ഉറപ്പാണ്, അറിയുന്നില്ല. പക്ഷേ പറയുന്നിടത്ത് പറഞ്ഞ ഒരു പരിശീലനമല്ല. എനിക്കറിയാം, നമ്മളൊരു ഇന്ത്യക്കാരെ കണ്ടാല് നമ്മളെ വീട്ടിലൊക്കെ കച്ചവടത്തിനോ മറ്റോ വരുമ്പോ ഇന്ത്യക്കാരെ കാണുമ്പോൾ അടച്ചോനെ ഇന്ത്യക്കാരെ, അന്യഗ്രഹ ജീവികളെ കാണുന്ന പോലെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ. ഇപ്പം സംഗതിയിലൊക്കെ നമ്മൾ അതിഥി തൊഴിലാളികൾക്ക് വെറുതെ പറയാം, നമുക്ക് ആഗ്രഹം ഉണ്ട് മാത്രം. ഒക്കെ താങ്കളുടെ പേരെന്താന്നുള്ളതിന് ഏറ്റവും ബെറ്റർ ശൈലി എന്താണ്? ആപ്കാ നാം ക്യാ ഹെ. നാം ക്യാ ഹെ ആപ്കാ, ഇതാണ് ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ്. എന്റെ പേര് ജോൺ എന്നാണ്. എങ്ങനെ പറയണം? മൈ നെയിം ഈസ് ജോൺ. മേര നാം ജോൺ ഹെ. എഴുത്ത് വായിക്കാൻ വേണ്ട. ഈയിടെ ഞങ്ങൾ ഹിന്ദി പഠിപ്പിക്കാനുള്ള ഒരു ബിസിനസ് ടീമിന് ഹിന്ദി പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം സൈൻ ചെയ്യാൻ വേണ്ട. അവർക്ക് കുറെ പ്രോഗ്രാമുകൾ പഠിക്കാണ്ട്. അപ്പൊ അവർക്ക് ഹിന്ദി അറിയുന്ന ധാരാളം ആള് വലിയ വലിയ കോളേജിലെ പഠിച്ചവരാണ്. അവരൊക്കെയും നിർബന്ധമായും ഹിന്ദി ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല? അതിൽ ഹിന്ദി അക്ഷരത്തെ പറ്റി ഒരാൾ പറഞ്ഞത് എന്താ പറയാ, ഈ അയല് നിങ്ങളുടെ നാട്ടില് അലക്കി ചിക്കിയിട്ട് തോരനിട്ടത് പോലെയുള്ള തോന്നലാണ്. ഏത് ഈ ഹിന്ദി എഴുത്ത് എവിടെ തൂങ്ങിക്കണായിരിക്കും ഇങ്ങനെ തോന്നും. അതൊരു വെറുപ്പാണ്. ചോടതോ അക്ഷരങ്ങളെ നോക്കിയേ വേണ്ട. കൊയ് ബി സബാൻ കെ അഹം, നമ്മൾ പറയും കൊയ് ബി സബാൻ കെ അഹം മക്സദ്. അത് അറബി വാക്ക് കൂടിയാണ്. അറബിക്ക് പഠിച്ച വിദ്യാർത്ഥികളും കൂടി ആകുമ്പോൾ അഹം മക്സദ് എന്ന് പറയുന്നത് പ്രധാന ലക്ഷ്യമാണ് പറയും ഹിന്ദിയിൽ. പ്രധാന ലക്ഷ്യ ക്യാ ഹെ? बातचीत करना है, आपस में കമ്മ്യൂണിക്കേഷൻ, अपने पैगाम दूसरों को पहुंचाना है. നമ്മുടെ മനസ്സിലുള്ള ആശയം മറ്റുള്ളവരോട് പറയുക എന്നാണ്. അതിനുള്ള അവസരം പറഞ്ഞും കേട്ടും ശീലിച്ചാൽ മാത്രം മതി. അക്ഷരങ്ങൾ വേണ്ട. നമ്മളിതിൽ എഴുതിയതിനാന്ന് വെച്ചാല് അക്ഷരം അറിയുന്നവർക്ക് ഒന്നുകൂടി എന്താണ് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാ. ബസ്. ഓക്കെ, അപ്പൊ മേര നാം ജോൺ ഹെ. എന്റെ പേര് അഷ്റഫ് എന്നാണ്. പേര് പറയാം, അത്രയേ ഉള്ളൂ. എന്റെ പേര് ഷാജി എന്നാണ്. മേര നാം ഷാജി. അത് പിന്നെ എന്തുമല്ല ഒരേപോലെ കൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ വേറെ ശൈലിയും കൂടിയും നമുക്ക് പറയാം ഇവിടെ. അപ്പൊ ഞാൻ കുമാരിയാണ്, അപ്പൊ ഞാൻ സീതയാണ്, ഞാൻ ലീനയാണ്. ലേഡി പറയുമ്പോഴും പുരുഷൻ പറയുമ്പോൾ ഒക്കെ ഒരുപോലെയാണ്. മേ കുമാരി ഹൂ. അവിടെ മാം നമ്മൾ ആൾക്കാർ അങ്ങനെ പറയുള്ളൂ. എത്ര തിരുത്താൻ ശ്രമിച്ചാലും ടീച്ചർമാര് പോലും അങ്ങനെ പറയുള്ളൂ.
എന്താ ചെയ്യുന്നത്? അവരുള്ളത് പോലെ വായിക്കണം. അങ്ങനെ വായിക്കാനേ പാടില്ല, തെറ്റാണത്. മേം അല്ല, മേ. നമ്മൾ പറയും ആട് കരയുന്ന പോലെ മേ മേ, അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ മേം മേം അങ്ങനെ പറയരുത്. മേ 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 കുമാരി ഹൂ. അപ്പൊ മേ പറയുമ്പോ ഹൂ പറയണം, അത്രേ ഉള്ളൂ. ഈ ഹൂ എവിടെയാണ്? ഹേ മാമുക്കോന്റെ ഒരു ഫിലിമിൽ പറയുന്നുണ്ട് ഇതേപോലെ, ഹേ ഹൂ. വിവരമുള്ള ഒരാളും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന സീൻ ഇവിടുന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു സംസാരിക്കാൻ കൃത്യമായും ചെറിയ ഐഡിയാസ് മതി. കാരണം പകുതി വാക്ക് നമ്മൾ അറിയുന്നതാണ്, പകുതി വാക്ക് ഇംഗ്ലീഷാണ്. മേ കുമാരി ഹൂ, ഞാൻ കുമാരിയാണ്. മേ സീത ഹൂ, ഞാൻ സീതയാണ്. ഓക്കെ, അവിടെ മെം എന്ന് പറയരുത്, മേ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ലീനയാണ്, മേ ലീന ഹൂ. ഓക്കെ, ഇനി മറ്റൊന്നെന്താണ്? മേര നാം ലീന ഹേ. അങ്ങനെ ഒരു സംഗതി. അപ്പോ ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? എന്റെ പേര് ഇപ്പൊ ഞാൻ പറയാണ്, മേര നാം സയ്യിദ് ഹേ. മേര എന്ന് പറയുമ്പോ ഹേ പറയാണ്. മേ സയ്യിദ് ഹൂ. ബേസിക് ആണത്, നമുക്കറിയാമെങ്കിലും അറിയാതെ നാവിൽ ബന്ധു പോകുന്നത്, തെറ്റായി ബന്ധു പോകും, അങ്ങനെ വരാതിരിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോ സ്ട്രിക് നമ്പർ 1, ഒരു കാരണവശാലും ദോ സ്റ്റൈൽ രണ്ട് സ്റ്റൈലിൽ നമുക്ക് എന്താക്കാം? നമ്മെ പരിചയപ്പെടുത്തി പോകാമെന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, നമ്മുടെ പ്രൊഫഷൻ എങ്ങനെ പറയാം? മേ. ഓക്കെ, അപ്പൊ മേ ഏക് ടീച്ചർ ഹൂ. മേ ഏക് ടീച്ചർ ഹൂ. അവിടെ മേം അവിടെയുണ്ട്, അത് തെറ്റാണ്, പറയരുത്. ഞാനൊരു ടീച്ചറാണ്. മേ ഏക് ടീച്ചർ ഹൂ. നെക്സ്റ്റ്, മേ ഏക് എഞ്ചിനീയർ ഹൂ. അപ്പൊ പ്രൊഫഷന്റെ പേര് ഇംഗ്ലീഷിലാണ് സാധാരണ അവരൊക്കെ പറയൽ. അതിനൊന്നും നിങ്ങൾ എന്താക്കണ്ട, ഒരു ഹിന്ദി വേർഡ് തെരഞ്ഞ് ബുദ്ധിമുട്ടാകുകയേ വേണ്ട. അപ്പോ പേര് പറഞ്ഞു, മേ സയ്യിദ് ഹൂ, മേ ഏക് ടീച്ചർ ഹൂ. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് മേ ജോൺ ഹൂ, മേ ഏക് എഞ്ചിനീയർ ഹൂ, ഈ രീതിയിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ മേര നാം ജോൺ ഹേ, മേ ഏക് എഞ്ചിനീയർ ഹൂ. മേ പറഞ്ഞവന് ഹൂ പറയാം. ഓക്കെയാണോ? ഞാൻ സ്റ്റുഡന്റ് ആണ്. പിന്നെ നിങ്ങൾ ഓരോന്നും നിങ്ങളുടേതായ രീതികൾ പറയാൻ ശ്രമിച്ചാൽ മതി. മേ ഏക് സ്റ്റുഡന്റ് ഹൂ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, മേ ഏക് വിദ്യാർത്ഥി ഹൂ. ഞാൻ കുമാറാണ്, ഞാനൊരു എഞ്ചിനീയർ ആണ്. ഞാൻ ഒന്നിച്ച് പറയൂ, മേ കുമാർ ഹേ, മേ കുമാർ ഹൂ, മേ ഏക് എഞ്ചിനീയർ ഹൂ. ബസ് ഇത്രയേ ഉള്ളൂ. മേ കുമാർ ഹൂ, മേ ഏക് എഞ്ചിനീയർ ഹൂ. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനും പേരും പറയുക. നെക്സ്റ്റ്, അടുത്ത പോട്ടെ. ഇതൊന്നും ക്ലിയർ ആണ്, ഇതൊന്നും എന്താക്കണ്ട, ഏറെ കൂടുതൽ സമയം നമുക്ക് എടുക്കേണ്ടതില്ല. അപ്പൊ മേ എന്താണ്? മേ കുമാർ ഹൂ, മേ ഏക് എഞ്ചിനീയർ ഹൂ. ഓക്കെ, ഞാൻ സീതയാണ്, ഞാനൊരു ടീച്ചറാണ്. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ സംസാരിക്കാതെ നമ്മുടെ ഭാഷ നാവിൽ എത്തൂല. ബാത് കർക്കെ അപ്പനെ ജബാൻ പെ ആസാൻ ഹോന ചെയ്യേ. ജബാൻ എന്ന് പറഞ്ഞാൽ അതിന് നാവ് എന്നും അർത്ഥമുണ്ട്, ഭാഷ എന്നും അർത്ഥമുണ്ട്. ഹിന്ദിയിൽ ഭാഷ എന്ന് പറയും, ഉറുദുവിൽ ജബാൻ എന്ന് പറയും. എന്നാൽ സാധാരണക്കാർ സംസാരിക്കുമ്പോൾ ജബാൻ എന്നേ പറയാറുള്ളൂ. ഭാഷ എന്ന പ്യൂർ ഹിന്ദി സംസാര ഭാഷയിൽ പൊതുവെ നോർത്ത് ഇന്ത്യയിൽ കോടാനക്കോടി ജനങ്ങൾ സംസാരിക്കുന്നിടത്ത് ഈ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ജീവിച്ചിട്ടുണ്ട്, അവിടെയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ രാജ്യത്ത് നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ആവശ്യമായ ഭാഷ. മേ സീത ഹൂ, മേ ടീച്ചർ ഹൂ. ഓക്കെ, ഞാൻ ഷാജിയാണ്, ഞാൻ ഡോക്ടറാണ്. മേ ഷാജി ഹൂ, മേ ഡോക്ടർ ഹൂ. അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം. മേര നാം ഷാജി ഹേ, മേ ഡോക്ടർ ഹൂ. ആ രീതി പറഞ്ഞോളികള്. അപ്പൊ ഞാൻ പറയുന്നത് മേ എന്ന് പറയുമ്പോൾ ഹും അറിയാതെ നാവിൽ വരണം. അതിങ്ങനെ പുസ്തകം നോക്കാൻ നിൽക്കണ്ടപ്പോ അവസാനം ഇങ്ങനെ ഹേ എന്നാണോ പറയാ, ഹൂ എന്നാണോ പറയാ, പറയണ്ട, തെറ്റിയ പ്രശ്നമല്ല. ഇതാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. നമ്മൾ തെറ്റും വിചാരിച്ച് പറയാതിരിക്കുന്ന ആകെ ഒരു വർഗം മലയാളികൾ മാത്രമേ ഉള്ളൂ. ഈഗോ. ക്യൂ ബൈ സാബ് ഓനേതോ എങ്ങനെയൊക്കെ മലയാളം പറയേണ്ട നമ്മുടെ ഹിന്ദിക്കാര്. ആ മലയാളം കേട്ടാ ഛർദിക്കാൻ വരും. ആ മലയാളം അതേപോലത്തെ ഹിന്ദിയാണ് നമ്മളെ ആൾക്കാർ ഓരോട് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോ ഇപ്പൊ ഹേ പറയപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാനിപ്പോ ദുബായിലാണ്, കറാമയിലാണ് അറബിക്കിയുടെ ആസ്ഥാനം. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ പോകുമ്പോൾ വെറുതെ ഭാഷ അറിയാൻ നോക്കും. ചില ആൾക്കാർ ഹിന്ദി അറിയാൻ നോക്കുമ്പോ ഒരു ഓഫീസിൽ ചെന്നിട്ട്, ബൈസാബ്
ഇതൊരു ഈ മലയാളികളാ ചോദിക്കുക, ഹിന്ദിക്കാർ ചോദിക്കുന്നവർ ചോദിച്ചിട്ട് അപ്പോ ഓര് പറയും ഞാൻ ട്രൈ ചെയ്യാന്ന് പറയും. ഒരു സംഗതി ഓഫീസിൽ ചെന്ന് വർക്ക് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം, എങ്ങനെയാ പറയാം? ആർക്കാ പറയാൻ കേട്ടെ? ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ വെള്ളം. അധികം ആൾക്കാർ മേ ട്രൈ കരേക്കാന്ന് പറയും, മേ ദേഖേകാന്ന് പറയും. അത് തെറ്റല്ലേ? തെറ്റല്ലേ? ആ മുഹമ്മദ് കുഞ്ഞിസ പഴയ ആൾക്കാരാണല്ലേ. ഒന്ന് പറയാമോ? ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ശ്രദ്ധിക്കാം, ഞാൻ ശ്രമിക്കാം, എങ്ങനെ പറയാം? मैं आप बोलिए जनाब, बोलिए बोलिए। हाँ हाँ। मैं कोशिश करूंगा. मैं कोशिश करूँ. ചാൻസ് बहुत बढ़िया. അതന്നെ നിങ്ങളാർക്ക് എക്സ്പേർട്ടായ ആൾക്കാരെന്ന് പറയണ്ട. മേ കോശിഷ് കരേഗ എന്ന് പറയും നമ്മൾ ആൾക്കാർ. മേ ദേഖേഗ എന്ന് പറയും നമ്മൾ ആൾക്കാർ. മേ ജായേഗ എന്ന് പറയും നമ്മൾ ആൾക്കാർ. ചില മേം ജായേഗ എന്ന് പറയും നമ്മുടെ ടീച്ചർമാർക്ക്. അപ്പോ വാക്കുകളുടെ കൃത്യത അറിയാതെ നമ്മൾ പറയാതിരിക്കുക. ഓക്കെ ആണോ? മേ കോശിഷ് കरूं. बहुत बढ़िया, बहुत बढ़िया. आपका इतना सही तरह बात कर लिया. ठीक. ഓക്കെ, അപ്പം വളരെ ആസാന എളുപ്പമാണ്, ഈസിയാണ്. ഓക്കെ, ഞാൻ ഷാജിയാണ്, ഞാൻ ഡോക്ടറാണ്. മേ ഷാജി ഹൂം, മേ ഡോക്ടർ ഹൂം. നമുക്കിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഉണ്ട്, പക്ഷെ പറയാൻ കിട്ടൂല. അതാ പ്രശ്നം. പറയാൻ കിട്ടും, പക്ഷെ സ്പീഡ് പറയാൻ കിട്ടൂല. കാരണം എന്താ? തെറ്റും വിചാരിച്ചിട്ട്. ഇന്ന് വരെ ഒരു ചെറിയ കൊച്ചുകുട്ടി വീട് പോകും വിചാരിച്ചാൽ നടക്കാതിരുന്നില്ല. വീണും എഴുന്നേറ്റ് നടന്ന് പഠിച്ചതാണ്. ഞാൻ ജോണാണ്, ഞാൻ സ്റ്റുഡൻ്റ് ആണ്. मैं जॉन हूँ, मैं एक स्टूडेंट हूँ. मैं अरबिक यूनि में सीख रहा हूँ, हिंदी सीख रहा हूँ. ഓക്കെ, ഞാൻ ജോണാണ്, ഞാൻ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ അറബിക് യൂണി എന്ന് പറയുന്ന അക്കാഡമിയിലെ, അല്ലെങ്കിൽ ഹിന്ദി യൂണി എന്ന അക്കാഡമിയിലെ ഒരു ഹിന്ദി സ്റ്റുഡൻ്റ് ആണ്. മേ ഹിന്ദി യൂണി അക്കാഡമി മേ ഏക് സ്റ്റുഡൻ്റ് ഹൂം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ശീലിക്കണം. കുറച്ച് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന സാധനം, എന്നാലും പറയാൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ഓക്കെ, അപ്പൊ ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മേ, അപ്പൊ ഞാൻ അടുത്ത കേട്ടോ, നെക്സ്റ്റ് ശ്രദ്ധിക്കാം. മെയിൽ പറയുമ്പോ മേ കമ്പനി മേ കാം കർ റഹാ ഹൂം. ഇത് പിന്നെ ഞങ്ങൾ പറയുന്നത് ടെൻസുകൾ ഇല്ലാത്തത് കൊണ്ട് എളുപ്പമാണ്. എല്ലാം ഒരുപോലെയാണ്. ലേഡീസ് പറയുമ്പോഴും ജെൻസ് പറയുമ്പോൾ മേ സ്റ്റുഡന്റ് ഹൂം, മാറ്റമില്ല. എന്നാൽ അവിടെ അത് ടെൻസിലേക്ക് വരുമ്പോൾ കർറഹീഹും കർറഹാഹും, അത് നമ്മുടെ ആളുകൾക്ക് കൺഫ്യൂഷൻ ആണ്. ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മേ ഏക് കമ്പനി മേ കാം കർറഹാഹും, കാം കർത്താഹും അവിടെ എഴുതിയത്. സാധാരണഗതിയിൽ കർറഹാഹും എന്നാണ് പറയാറുള്ളത് സംസാര ഭാഷയിൽ. ഒക്കെ രണ്ടൊന്നും തന്നെയാണ്, എഴുത്തിൽ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ മേ കമ്പനി മേ കാം കർറഹാഹും അങ്ങനെ പറഞ്ഞ ബെറ്റർ, നല്ലതാണ്. ഓക്കെ, മേ കമ്പനി മേ കാം കർത്താഹും അങ്ങനെ പറഞ്ഞോളി, രണ്ടും പറയാം. പക്ഷെ സംസാരിക്കുമ്പോൾ കർറഹാഹും എന്ന് പറയാനാണ് സാധാരണ. ഓക്കെ, അപ്പൊ ഞാന് ജോണാണ്, ഞാനൊരു എഞ്ചിനീയർ ആണ്, ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതായി. ഞാൻ ഈ ലേഡി പറയുമ്പോഴെങ്ങനെയാണ്? ഫീമെയിൽ പറയുമ്പോൾ വേർഷൻ മേ കമ്പനി മേ കാം കർ റഹി ഹൂം, മേ കമ്പനി മേ കാം കർത്തി ഹൂം. ഓക്കെ, കർത്തി ഹൂം, കർത്താഹും കർത്തി ഹൂം. ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്, കർത്തി ഹൂം. ഓക്കെ, അത് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും ഇത്രയും പഠിക്കേണ്ട ആവശ്യമെന്ന് ചോദിക്കും. പക്ഷേ आपके जबान में आसान होने के लिए फिर भी सुनना है, बात करना. ഇതൊരു ഫ്ലോ ഇതിലേക്ക് ഇറങ്ങണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾക്ക് വൺ സേ ഏക് സേ ആഖിരി തക് ഹം അഭി ദുബാര ബോലെങ്കി. ദുബാര പറഞ്ഞ വീണ്ടും പറയാം. ഏക് സേ ഔർ ദുബാര ഹം ബോലെങ്കി. ഒന്നുകൂടി നമുക്ക് പറയാം. ഞാൻ ജോണാണ്, മേ ജോൺ ഹൂ, മേ ജോൺ ഹൂ, मैं एक इंजीनियर हूं. പറയുന്നു, मैं जॉन हूं, मैं एक इंजीनियर हूं, मैं एक कंपनी में काम कर रहा हूं, मैं एक कंपनी में काम करता हूं, मैं एक कंपनी में काम कर रहा हूं എന്ന് പറഞ്ഞാൽ ബെറ്റർ. ഓക്കെ, അപ്പൊ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ അങ്ങനെ തന്നെ സ്പീഡ് പറയുന്നു. ഭാഷയിൽ അറിവുണ്ട് പക്ഷെ പറയാൻ പതിവില്ലാത്ത ആളുകൾ ഇപ്പൊ തന്നെ പരിശീലിക്കണം. मैं कंपनी में काम कर रहा हूं. ഓക്കെ, ഇനി ലേഡീസ് പറയുന്ന രീതി मैं सीधा हूं, मैं सीधा हूं, मैं एक नर्स हूं, अच्छा सब ऐसे അങ്ങനെ തന്നെ എല്ലാവരും പറയല്ലേ. मैं एक नर्स हूं, ഞാൻ നഴ്സാണ്. मैं एक अस्पताल में काम कर रही हूं,
ആസ്പിറ്റാൽ മേ എന്ന് പറയാം. ആസ്പിറ്റാൽ മേ, ഹോസ്പിറ്റൽ മേ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ. ആസ്പിറ്റാൽ മേ കാം കർ റഹി ഹൂം, കർത്തി ഹൂം എന്ന് എഴുതിയിട്ട് കർ റഹി ഹൂം. അപ്പൊ എന്താ പറയാ? മേ സീതാ ഹൂം, മേ ഏക് നഴ്സ് ഹൂം, മേ ഏക് ആസ്പിറ്റാൽ മേ കാം കർ റഹി ഹൂം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ പേര്, പ്രൊഫഷന്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ മൂന്നും നമുക്ക് ക്ലിയർ ആയി പറയാൻ കിട്ടും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞ് ശീലിക്കാനാണ്. ചിലർ ചിന്തിക്കും ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അറിയാത്ത കേടല്ലല്ലോ നമ്മുടെ ആളുകൾക്കുള്ളത്, പറയാത്ത കേടാണ്. ബാത് കർനെ മേ ഈ കമ്മി ഹോത്തെ ന तो हमको हमारे जबान में आसानी से नहीं आएगा. നമ്മുടെ സംസാരിക്കാൻ നാവിൽ ക്ലിയർ ഇല്ലാത്ത കാലത്തോളം ഈ സാധനം നാവുക്ക് വരൂല. ഓക്കെ ഓക്കെ, ഹിന്ദി പഠിച്ചു കഴിഞ്ഞാല് ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരുമായി സംവദിക്കാൻ കഴിയില്ലേ നിങ്ങൾക്ക്? അപ്പൊ സ്ഥലവും നാഷണാലിറ്റിയും പറയാൻ പഠിക്കാൻ. താങ്കൾ എവിടുത്തുകാരനാണ്? എങ്ങനെ ചോദിക്കാം? നിങ്ങൾ എവിടുത്തുകാരനാണ്? ഏത് രാജ്യക്കാരനാണ്? അപ്പൊ കഹാങ്കെ, രണ്ട് രീതി ചോദിക്കും. കഹാങ്കെ എയർപോർട്ട്, നമ്മളിപ്പോ പിന്നെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരാൾ പരിചയപ്പെട്ടു, ഒരു സിഖുകാരനാണെന്ന് തോന്നുന്നത്. ആ ജി ജനാബ് കൈസേ ഹെ, ठीक है ना, നാം ക്യാ ഹെ ആപ്ക? അപ്പൊ അയാളെ പേര് പറഞ്ഞു. മേക്ക് സർദാറോ. അച്ഛാ ആപ് കഹാങ്കെ? ആപ് കഹാങ്കെ? പഞ്ചാബ് കെ ഹെ? ആ പഞ്ചാബ് കെ ഹെ ജനാബ്. നമുക്ക് എന്ത് സോഫ്റ്റ് ആയിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും. ആപ് കഹാങ്കെ ഹെ? കഹാങ്കെ ഹെ, എവിടെത്തുകാരനാണെന്നാ ചോദിക്കുന്നത്. കഹാങ്കെ, കിദർക്കെ. ഈ കിദറിനെക്കാളും വളരെ ആസാൻ, വളരെ വളരെ രസമുള്ള ഒരു വാക്കാണ് കഹാങ്കെ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞു മേ ഇന്ത്യ സേ ഹൂം, മേ ഇന്ത്യ സേ ഹൂം. അപ്പൊ ചോദിച്ചു ഞാൻ, അപ്പൊ നിങ്ങൾ പറഞ്ഞു മേ കേരള സേ ഹൂം. അയാൾ പറയാം മേ ഇന്ത്യ സേ ഹൂം. ഇന്ത്യ മേ കഹാ? മേ മുംബൈ സേ ഹൂം, മേ പഞ്ചാബ് സേ ഹൂം. സേ എന്ന നിന്ന്. ഓക്കെ, പഞ്ചാബ് കാ ഹൂം അങ്ങനെ വേണേ പറയാട്ടോ. കേരള കാ ഹൂം അത് പറയുന്നതിന് തെറ്റല്ല. രണ്ട് രീതിയിലും ഒരു ഉപയോഗിക്കുന്ന ഒന്നാണ്. ഒന്ന് കേരള സേ ഹൂം, മറ്റൊന്ന് കേരള കെ ഹൂം. ഓക്കെ, രണ്ടും പറയാം. ഞാൻ അത് കേരളത്തിന്റെ ആളാണ്, പഞ്ചാബിന്റെ ആളാണ്, ഞാൻ പഞ്ചാബിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. ഇതാണ് സേ കെ തമ്മിലുള്ള ഡിഫറൻറ്റ്. ഓക്കെ, മേ കേരള സേ ഹൂം. ഓക്കെ, ക്ലിയർ ആയില്ലേ? താങ്കൾ എവിടെ നിന്നാണ്? മുംബൈയിൽ നിന്നാണ്. നിങ്ങൾ ചോദിക്കാണ് ആപ് കഹാൻ സേ ഹെ ജനാബ്? ജനാബ് ആപ് കഹാൻ സേ ഹെ? മുംബൈ സേ ഹെ ക്യാ? മുംബൈ സേ ഹെ ക്യാ? നിങ്ങൾ എവിടെ നിന്നാണ്? മുംബൈയിൽ നിന്നാണോ? ആപ് മുംബൈ സേ ഹെ ക്യാ? ഓക്കെ ഓക്കെ, നിങ്ങൾ എവിടെ നിന്നാണ്? ആപ് കഹാൻ സേ ഹെ? ആപ് കഹാൻ സേ ഹെ? മുംബൈ സേ ഹെ? അത്ര ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താണ്? ആ മുംബൈ സേ ഹെ ക്യാ? രണ്ട് രീതിയിൽ ചോദിക്കാം. താങ്കൾ എവിടെ നിന്നാണ്? ബോംബെയിൽ നിന്നാണോ? അവിടെ സത്യം പറഞ്ഞാല് ക്വസ്റ്റ്യൻ വേർഡ് ആവശ്യമില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇന്ത്യക്കാരുടെ സംസാരം ഉണ്ടല്ലോ നിങ്ങള്, ക്യാ ഹെ ജനാബ് യേ പെൻ ഹെ ക്യാ എന്ന് ചോദിക്കുക. പെന്നെ യേ പാർക്കർ പെൻ ഹെ, യേ ആപ്കാ പെൻ ഹെ. ക്വസ്റ്റ്യൻ ഒരു ആക്ഷൻ മതി. അതാണ് ഹിന്ദിക്കാരുടെ സ്വഭാവം. നമ്മളിപ്പോ അറബി നാട്ടിലും അങ്ങനെ തന്നെ. പൊതുവെ ആക്ഷൻ വെർബ് ആക്ഷൻ കൊണ്ടാണ് ക്വസ്റ്റ്യൻ വരാറ്. ജി ഇത് സാംസുങ് ആണോ അതല്ല ഐഫോൺ ആണോ? ജാനാം ഈ സാംസുങ് ഹെ ക്യാ എന്ന് വേണ്ട. സാംസുങ് ഈ ഐഫോണ് അത്ര. ഇതേപോലെയാണ്. ആ മുംബൈ സേ, ആപ് കേരള സേ, ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ട്രെയിൻ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലേക്ക്, അതല്ലെങ്കിൽ ഡൽഹിയിലേക്ക് നമ്മൾ പോവാണ്. ആ പോകുന്ന സമയത്ത് ഒരാൾ പരിചയപ്പെടുന്നു. ആ ജി കൈസേ, ठीक है ना, आप नाम क्या है आपका? അപ്പോൾ പേര് പറഞ്ഞു. അച്ഛാ ആപ് കഹാൻ സേ? അദ്ദേഹം പറഞ്ഞു മേ മുംബൈ സേ. അച്ഛാ ആപ് മുംബൈ സേ ഹെ ക്യാ? മുംബൈ സേ ഹൂം മേ. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവാലോ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ മുംബൈക്കാരനാണ് എന്ന് പറയാം, മേ മുംബൈ കാ ഹൂം എന്ന് പറയാം. ഞാൻ ബോംബെയിൽ നിന്നാണെന്ന് പറയാം, മേ മുംബൈ സേ ഹൂം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൃത്യത നമുക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണം? ഹലോ, ഓക്കെ, മതിയല്ലോ. ഓക്കെ, ഇല്ല, ഓക്കെ, ശരിയാ. ക്ലാസ്സിന് മുംബൈ से हूं, मैं हैदराबाद का हूं.
മേ ഹൈദരാബാദ് കാവും, ഞാൻ ഹൈദരാബാദിൽ നിന്നാണ്. മേ ഹൈദരാബാദ് കാവും, ഹൈദരാബാദിൽ നിന്നാണ്. ഓക്കെ. ഞാൻ ഡൽഹിക്കാരനാണ്. മേ ഡൽഹി കാവും, അങ്ങനെ പറയാം. ഞാൻ ഡൽഹിയിൽ നിന്നാണ്. മേ ദില്ലി സെ ഹൂം, ഡൽഹി എന്ന് പറയില്ല അതില്, ദില്ലി എന്നാ പറയാം. ദില്ലി സെ ഹൂം, മേ ദില്ലി കാവും. ഓക്കെ. ദില്ലി. ഈ ഹിന്ദിയിലുള്ള സംസാര ഭാഷ എന്താ വെച്ചാൽ ഓരോ രാജ്യവും ഓരോ വസ്തുവും അതിന്റെ പേരിൽ പറയാം. ഞങ്ങൾക്കൊരു സംശയം ചോദിക്കണം, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊന്ന് ഹിന്ദി പറയണം. പുതിയ ആൾക്കാർ പറയാം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ആരാ പറയാം? ആരെങ്കിലും ഒരാൾ പറഞ്ഞു. ഏറ്റവും അറിയാത്ത ഒരാൾക്ക് പറയാൻ കിട്ടുമോ? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ആർക്കാ പറയാൻ കിട്ടും? ഒന്ന് ആൻഡ്രൈസ് ചെയ്തോളി. നേരത്തെ പറഞ്ഞോളൂ. സൈഡ് ഫീഡ് എന്താണ്? ഇപ്പൊ നിങ്ങളിതിപ്പോ ഈ അവതാറിന്റെ കാലാണ്. ഇതിപ്പോ നിങ്ങൾ ഹിന്ദിക്കാരൻ്റെ ആളിപ്പോ നമ്മളെ നാട്ടിൽ കല്യാണം കഴിക്കാൻ വന്ന കഥ ഇന്നലത്തെ പത്രത്തിലുണ്ട്. എവിടെ ചാറ്റ് ബോട്ട് വഴി പിന്നെ പരിചയപ്പെട്ട ഒരു ലേഡിയെ കല്യാണം കേൾക്കാൻ വേണ്ടി ഗിഫ്റ്റ് ആയിട്ട് വന്നപ്പോഴാണ് ഇത് AI ആണ് മനസ്സിലായിട്ട് കരഞ്ഞു തിരിച്ചു. ഒരു ഇന്ത്യക്കാർ 2 ദിവസം മുമ്പാണത്. 2 ദിവസം മുമ്പ്. നിങ്ങൾ ആരെങ്കിലും പത്രത്തിൽ വായിച്ചോന്നറിയില്ല, അതൊക്കെ കേൾക്കണ്ടേ. കണ്ണൂർക്ക് വന്ന് അഡ്രസ്സൊക്കെ കൊടുത്തു. ആ മേഡം ആ കാങ്കേന്ന് ചോദിച്ചു. മേ കണ്ണൂർക്കാവും. അച്ഛാ കണ്ണൂർക്ക് അഡ്രസ് ദിജിയെ. അഡ്രസ് കൊടുത്ത് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഇവിടെ വന്ന സമയത്ത് ചാറ്റ് ബോട്ട് ഇൻസ്റ്റയിലൊരു ചാറ്റ് ബോട്ട് വന്ന പാവപ്പെട്ടവൻ വന്ന് ഇന്ത്യക്കാരെ കരഞ്ഞു പോകുന്നുണ്ട്. പത്താനെ ക്യാ ഹുവാ മേരെ ബീവി തോ ഖറാബ് ഹോ ഗയാ എന്ന് പറഞ്ഞു. ഇതേപോലെ മനുഷ്യന്മാരാണെന്ന് അറിയണമെങ്കിൽ ആദ്യം വീഡിയോ ഓണാക്കണം ചാൻസ് തരാം. ഓക്കെ. ओके, बहुत बढ़िया आपका इतना देर हमारा साथी बैठ रहे हैं ना, बहुत बढ़िया, शुक्रिया. ഓക്കെ. പറയൂ. സൂം യൂസറിന് പേരില്ലല്ലോ, എന്നാലും പറഞ്ഞോളെ. സൂം യൂസർ എത്ര ആൾക്കാർ സൂം യൂസറിനല്ലേ? പറയൂ. പറയൂ. സൂം യൂസർ നിങ്ങൾ തന്നെ പറഞ്ഞോളെ. ആൻഡ്രൈസ് ചെയ്ത് നിൽക്കുന്ന ഫസ്റ്റ് ഒരാളാ കളിക്കുപ്പായിട്ടാണ്. പറയൂ. നമുക്ക് ഇംഗ്ലീഷ് മാലൂം നെയ്. അച്ഛാ അല്ല അങ്ങനെയല്ല. പറഞ്ഞോളൂ. നിങ്ങൾ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല, ഓഡിയോ ഓൺ ആക്കിയിട്ടില്ല. പറയൂ സാറേ. मैं इंग्लिश मालूम नहीं है. अच्छा, बहुत बढ़िया, अच्छा. लेकिन अभी वो सही है, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയരുത്. ഞാൻ പറയുന്നത് എന്താ അറിയാം? ഞാൻ പറഞ്ഞ പോയിന്റ്, അവർ എന്തും അവരുടെ ഫിൽറ്റർ വെച്ചിട്ടേ പറയുന്നു. ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് എന്ന് പറയില്ല, അത് ഇംഗ്ലീഷാ. ഹിന്ദി അല്ലത്. ഹിന്ദി അല്ല, ഉറുദു അല്ല. പറയാമോ? ഇംഗ്ലീഷിന് ഹിന്ദിയിൽ എന്താ പറയാന്നുള്ളത് അതറിയില്ല. അവിടെ പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം. പുതിയ ആൾക്കാർ തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. അതാ ഒരാൾ എഴുതി തന്നിട്ടുണ്ട്. ഒരാൾ പറയൂ. വേറെ ആരാ പറയുന്നത്? എഴുതിയ നിങ്ങൾ കണ്ടില്ല, ചാറ്റ് ബോക്സിലുണ്ട്. കറക്റ്റാണ്. ഓക്കെ. അംഗ്രേസി എന്ന് അവർ പറയും. അംഗ്രേസി എല്ലാ സാധനവും അവരുടെ സ്റ്റൈലിൽ അവർ പറയും. അംഗ്രേസി പത്താനെയും മുജേ, അംഗ്രേസി മാലൂം നെയ്യും മാലൂനൊക്കെ ക്ലിയർ ആണ്. നിങ്ങൾ പറഞ്ഞ തെറ്റൊന്നും അല്ലട്ടോ. പക്ഷെ ഇംഗ്ലീഷിനെ അവര് പറയുമ്പോ അംഗ്രേസി എന്ന് പറയും. മനസ്സിലായോ? ഇവർക്കൊരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പോലെയല്ല, എല്ലാം ഹിന്ദി ഉറുദു ആ ഒരു ഫിൽറ്ററിങ്ങിലൂടെ കയറി വരണം. അപ്പോഴാണ് ഭംഗി. ഉറുദു സിനിമയുടെ ഡയലോഗ് കണ്ടു കഴിഞ്ഞാൽ ഹിന്ദി സിനിമ, ഉറുദു അല്ല, ഹിന്ദി സിനിമ ഡയലോഗ്, അതേപോലെ ഹിന്ദി ഗാനങ്ങൾ എന്തുമാത്രം പവർഫുൾ ആണ് വാക്കുകളൊക്കെ. അച്ഛാ ഓക്കെ. അപ്പൊ ഡൽഹി എന്ന് പറയില്ല, ദില്ലി എന്നാ പറയാം. അപ്പൊ അതിന്റെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കുറെ കേട്ട് വരുമ്പോ ആ വാക്കുകൾ മനസ്സിലാവും. ഓക്കെ. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോടൊക്കെ എങ്ങനെ ആർക്കറിയാം? എങ്ങനെ പറയാം? കാലിക്കറ്റ് കാവും അങ്ങനെ പറയാം നമുക്ക്. കാലിക്കറ്റ് കാവും. ഓക്കെ. അപ്പൊ നീ കർത്താഹും കർത്തീഹും എന്ന് പറയുന്നതിന്റെ ഒരു പ്രസന്റ് കണ്ടിന്യൂ ടെൻസിനെ പഠിക്കാം. നേരത്തെ നമ്മള് കർത്താഹും എന്നാ നേരത്തെ പറഞ്ഞത്, കർത്തീഹും എന്നാ പറഞ്ഞത്. ഒരു കാര്യം, സംസാര ഭാഷയിൽ കർത്തയും പൊതുവെ യൂസ് ചെയ്യാറില്ല. ഇവര് കറഹാവും എന്ന് പറയുന്ന സ്റ്റൈലിലാണ് എല്ലാം യൂസ് ചെയ്യല്. ഞാന് ഗവൺമെന്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് കമ്പനി കാം കർ റഹാ ഹൂം. അങ്ങനെയാണ് എല്ലാം പറയാൻ നല്ലത്. നേരത്തെ നമ്മൾ കർത്താവും നേരത്തെ പറഞ്ഞെങ്കിലും സത്യം പറഞ്ഞാൽ ഇവരുടെ ശൈലി അതല്ല. ഇവര് അത് പറയാതിരിക്കാൻ ശൈലി. ഓക്കെ. ഗവൺമെന്റ് കമ്പനി കാം കർ റഹാ ഹൂം. ക്യാ കാം കർ റേ ആപ്? ക്യാ കാം കർ റേ തും? എന്താണോ നീ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുക. ബഹുമാനത്തോടു കൂടെ ആണെങ്കിൽ ആപ്പ് ചേർത്തുകൊണ്ട് പറയും. താങ്കൾ എവിടെ ജോലി ചെയ്യുന്നത് എന്ന് പറയുന്ന താങ്കളും ചോദിക്കണ്ട,
കാം കറേ ജനാബ്. അപ്പൊ കറേന്ന് ഉണ്ടാവുള്ളൂ. നമുക്കറിയാലോ നമ്മൾ എവിടെ പണി, എവിടെ ജോലി സാറേ, ഇതൊക്കെ ഒരു ചുരുക്കിയല്ലേ ചോദിക്കുള്ളൂ. ആപ്പ് ഒന്നും വേണ്ട, ആപ്പിന്റെ സ്റ്റൈല് പോയാൽ മതി, ആപ്പ് വെക്കണം എന്നൊന്നുമില്ല. ക്യാ കാം കർ രേ ആപ്, ക്യാ കാം കർ രേ ആപ്, കഹാ കാം കർ രേ, അത്ര മതി സംഭവം. ഓക്കെ. കർ രഹേ ഹേ. ഫീമെയിൽ ആണെങ്കിൽ ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മളാരെ പറയണ്ടോ. ബാങ്കിലാണ് ജോലി ചെയ്താറ്. മേ ഏക് ബാങ്ക് മേ കാം കർ രഹി ഹൂം, मैं एक बैंक में काम कर रही हूँ. ഓക്കെ. ഞാൻ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैं अभी ड्राइविंग कर रहा हूँ. അപ്പൊ നമുക്കൊരു ഫോൺ വന്നു. जनाब थोड़ा देर के बाद, थोड़ा बाद में फोन पे राब्ता कर लीजिए, मैं अभी ड्राइविंग कर रहा हूँ. मैं अभी ड्राइविंग कर रहा हूँ. बाद में राब्ता करना मैंने कॉन्टेक्ट किया. बाद में कॉन्टेक्ट कर लीजिए, मैं अभी ड्राइविंग कर रहा हूँ. പുരുഷൻ പറയും. സ്ത്രീ പറയുമ്പോഴോ मैं अभी ड्राइविंग कर रही हूँ എന്ന് പറയണം. ഓക്കെ. मैं अभी ड्राइविंग कर रही हूँ. ഞാനിപ്പോൾ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? मैं बात कर रहा हूँ. क्या बात कर रहे आप? ഒരാൾ ചോദിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത്? क्या बात कर रहे तुम? क्या बात कर रहे? അപ്പൊ ബാത് കർണ സംസാരിക്കുക, കാം കർണ ജോലി ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രസന്റ് കണ്ടിന്യൂയൊക്കെ പറയുമെങ്കിലും അത് നിർബന്ധമല്ല. അങ്ങനെ തന്നെയാണ് പറയലെപ്പോഴും. ഓക്കെ. ഞാൻ ഷാജിയാണ്, ഞാൻ കേരളത്തിൽ നിന്ന്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഫസ്റ്റ് മുതൽ തുടങ്ങാം. मैं ഷാജി हूँ, मैं केरला से हूँ. मैं अभी दुबई में एक कंपनी में काम कर रहा हूँ. मैं अभी, ഞാനിപ്പോൾ ദുബായിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യും. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ ഒഴുക്കില് പേര്, പ്രൊഫഷൻ, നാട്, നാഷണാലിറ്റി, വർക്കിംഗ് ഏരിയ, എന്ത് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് പറയാൻ ടക് 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 പടാപടുന്ന അറിവര് ഖടാകട് പടാപടിയുടെ ഭയങ്കരമായൊരു, പിന്നെ അവിടെ എന്താണ്, പിന്നെ രാഹുൽ ഗാന്ധിന്റെ വാക്കാണ് പടാപട് കഠാകട് എന്ന് പറയുന്ന. പടാപട് കഠാകട് നിങ്ങൾ അപ്പോൾ കപ്പള എന്നതിന്റെ അർത്ഥം. ഖടാകട് പടാപട് എന്ന് പറയുന്നത് അപ്പോൾ കപ്പള. പടാപട് പടാപട് പോലാണ്, പടാപട് പോലാണ്. ഈ ഒരു സാധാരണക്കാരൻ ഒരു വർത്താനം ഉണ്ടാവുന്ന ഒരു ഗൂഗിളിന് കിട്ടൂല കേട്ടോ. പടാപട് കഠാകട്. ഞാനിപ്പോൾ ദുബായിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैं अभी दुबई में एक कंपनी में काम कर रहा हूँ. ഓക്കെ. അപ്പൊ ഇതുവരെ പഠിച്ചത് ദോ. ഇനി ഒരു കാര്യം, ഈ കൂട്ടത്തിൽ ഒന്ന് നിങ്ങളാണ്, ഒന്ന് ഞാനാണ്. ഓക്കെ. നിങ്ങൾ ഉറക്കെ സംസാരിച്ചോളൂ. നിങ്ങളെ ഞാൻ കാണുന്നില്ല. ആപ്ക ആവാജ് മേ നഹീ സുൻ രഹാ ഹൂം. നിങ്ങളുടെ സംസാരം ഞാൻ കേൾക്കുന്നില്ല, പക്ഷെ നിങ്ങൾ തന്നെ ഉച്ചത്തിൽ കേൾക്കണം. ഓക്കെ. എന്തെങ്കിലും കേൾക്കുമല്ലോ. നോക്കാം നമുക്ക്. ഒരു ഭാഗത്ത് ഞാനാണ്, ഒരു ഭാഗത്ത് ഞാനാണ്. ആജി ക്യാ നാമേ ആപ്ക? പേര് പറഞ്ഞു വിളികള്. ക്യാ നാമേ ആപ്ക? ഇത് നമ്മളെ ഭാഷയിൽ ഇത്രയും സീറോയിലുള്ള ആളുകൾ തന്നെ ഉള്ളു. അല്ലാത്ത ആളുകളൊക്കെ എങ്ങനെ ഉണ്ടാവും? ഇയാൾ ക്ലാസ് ഒന്നും കേൾക്കാൻ വന്നവരുണ്ടാവും. ഓരോടും ഒരു കുഴപ്പമില്ല. देख लीजिए, सुन लीजिए. हाँ, हिंदी जबान आसानी से आप भी बात करते ना, तो बहुत धन्यवाद आपका, बहुत शुक्रिया. അപ്പോ എന്റെ പേര് ഷാജിയാണ്. താങ്കളുടെ പേരെന്താണ്? അത്ര ചോദിക്കുന്നത്. താങ്കളുടെ പേരെന്താണെന്ന് ചോദിക്കുവാൻ നാം ക്യാ ഹേ ആപ്ക? അപ്പൊ നിങ്ങൾ പറയുന്നത് മേരാ നാം ഷാജി ഹേ. മേരാ നാം എന്ന് പറയുമ്പോ ഷാജി ഹേ, സംശയം വേണ്ട. मैं ഷാജി ഹൂം, കറക്റ്റ്. और आपका नाम? और आपका नाम, അത്ര മതി. और आपका नाम क्या है എന്നൊന്നും ചോദിക്കണ്ട. और आपका नाम. അപ്പൊ അവൾ പറഞ്ഞു मैं कुमार हूँ. ഞാൻ പറയാൻ मैं सईद हूँ. हाँ जी. और आप कैसे हैं? आप कैसे हैं जनाब? क्या हाल है आपका? ठीक ठाक है ना? അങ്ങനെ ചോദിക്കാം. എന്താ നിങ്ങളുടെ വിശേഷം? താങ്കളുടെ വിശേഷം എന്താണ്? അപ്പൊ പേര് പറഞ്ഞു. അപ്പൊ തന്നെ മറ്റൊരാളുടെ പേര് ചോദിച്ചു. വിശേഷം പറഞ്ഞിട്ട് എന്താണ്? എന്റെ പേര് ഞാൻ പറഞ്ഞു. എന്നിട്ട് ആരുടെ വിശേഷം? ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതി. ഓക്കെ. ഒന്നുകൂടി നമുക്ക് പോകാതെ ഒന്ന് ഫസ്റ്റ് ടൈം ഒന്ന് പോയി നോക്കാം. നമ്മള് मैं कुमार हूँ. क्या खबर है आपका? വിശേഷം എന്താണെന്ന് പറയാൻ കുറേ വാക്കുകളുണ്ട്. ഒന്ന് ക്യാ ഹാലെ ആപ്, കൈസേ ഹേ ആപ്, ക്യാ ഹാൽ ചാൽ ഹേ ജനാബ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പൊ അദ്ദേഹം ബഹുത് ठीक हूँ, मैं ठीक हूँ. മേ എന്ന് പറയുന്ന ടീക്ക്, മേ ടീക്കെ നമ്മൾ ആൾക്കാർ പറയാറുണ്ട്. ഈ ടീക്കെ പറയുന്നിടത്തും നമ്മൾ ടീക്കെ പറയണം. ടീക്കെ അല്ല, ടീക്കെ എന്ന് പറയാം. ആ ഒരു മോഡുലേഷൻ അത് അവര് പറയുന്നത് പോലെ പറയാൻ നമുക്ക് സാധിക്കണം. ഓക്കെ. ക്ലിയർ? സുഖമായിരിക്കുന്നു. താങ്കളോ? അതാണ് ടീക്കും. ടീക്ക് മേ എന്ന് പറയണ്ട. ടീക്കും മേ മേ ടീക്ക്. അവർ ആ ഞാൻ ഹിന്ദിക്കാർ, നമ്മളെ മലയാളിയോട് ചോദിച്ചു, പെണ്ണുങ്ങളൊക്കെ നിങ്ങൾക്ക് ഹിന്ദി അറിയാം? ഒന്നും അറിയില്ല.
എന്താ വർത്താനം ചോദിച്ചാൽ പറയാൻ അറിയില്ല. എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ അറിയില്ല. എന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഹിന്ദിക്കാര് ഓൽക്കറിയാം നിങ്ങൾക്ക് മറുപടി ഞാൻ കിട്ടൂല, അതുകൊണ്ട് ഓല് പറഞ്ഞതാ തിരിച്ചു പറഞ്ഞാൽ മതി. എങ്ങനെ? ആ ഭായ് സാബ് ക്യാ ഹൈ ടീക്ക് ഹൈ, എന്താ മറുപടി? ടീക്ക് ഹൈ, അത്രേ ഉള്ളൂ. ഓൻ പറഞ്ഞ നിങ്ങൾക്ക് മറുപടി ക്യാ ഹൈ ടീക്ക് ഹൈ, ടീക്ക് ഹൈ, അത്രേ ഉള്ളൂ. ക്യാ ഹൈ ഭായ് ടീക്ക് ഹൈ, ടീക്ക് ഹൈ, അത്രേ ഉള്ളൂ സംഭവം. ടീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ സുഖാണോ എന്നാ, അത്രേ ഉള്ളൂ സംഭവം. ടീക്ക് ഹൈ. അപ്പൊ ക്യാ ഹൈ ഭായ് സാബ് ടീക്ക് ഹൈ, നമ്മൾ അറബിയൊക്കെ പഠിക്കുന്നവർ കാണുന്നത് അത്രേ ഉള്ളൂ. അതേപോലെ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. ഓക്കെ, തമാം ജി, ठीक है, बहुत बढ़िया. ഓക്കെ, താങ്കളുടെ അപ്പൊ ഇത്ര പേര്, വിശേഷങ്ങള് എല്ലാം ചോദിച്ചു. ഇനി എന്താണ്? താങ്കൾ എവിടെ നിന്നാണ്, എന്താ ജോലി ചെയ്യുന്നത്? ആപ് കഹാൻ സേ ജനാബ്, ആപ് കഹാൻ സേ, ആപ് കഹാൻ സേ. ഇവിടെ കിദർ സേ നമ്മൾ പറയാറുണ്ടെങ്കിലും ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് വാക്ക് കഹാ എന്നുള്ളതാണ്. അത് കഹം അല്ല, എഴുതിയത് കഹം എന്നാണ്. ആ ചുണ്ട് പൂടൂല, അവിടെ ചുണ്ട് തുറന്നുകൊണ്ടേ ഇരിക്കുള്ളൂ. കഹാൻ സേ, കഹാൻ സേ, ആപ് കഹാൻ സേ. വായിക്കുന്നവരെങ്ങനെ വായിക്കും? കഹാം സേ എന്ന് വായിക്കും, അങ്ങനെ വായിക്കരുത്. ഓക്കെ, താങ്കൾ എവിടെ നിന്നാണ്? ആപ് കഹാൻ സേ ജനാബ്, ക്യാ കാം കർ രഹേ ആപ് ക്യാ കാം ഹൈ ആപ്കാ, അങ്ങനെ ചോദിക്കാൻ ഒന്നുകൂടി നല്ലത്. നാം ക്യാ ഹൈ, കാം ക്യാ ഹൈ ആപ്കാ, ക്യാ കാം കർത്തെ ഹൈ ആപ്, ക്യാ കാം കർ രഹേ ഹൈ. ഓക്കെ, എന്താ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ഞാനിപ്പോൾ ഡൽഹി കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എങ്ങനെ പറയാ? मैं इंडिया से हूँ, दिल्ली में एक कंपनी में, दिल्ली में काम कर रहा हूँ, दिल्ली में एक कंपनी में काम कर रहा हूँ. लेडी പറയുമ്പോ दिल्ली में एक कंपनी में काम कर रही हूँ, दिल्ली में एक कंपनी में काम कर रही हूँ. ഇവിടെ കർ രഹാഹും എന്നാ എഴുതിയത്, അത് ഇവിടെ ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും തിരിച്ച്. അപ്പൊ അവള് പറയുന്നതാണെങ്കിലാണ് കർറഹീം എന്ന് വേണം. അവര് ആക്ഷൻ ആ ഭാഗത്ത് കൊടുത്താണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ദില്ലിയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഒന്നിച്ച് പറയാം. മേ ഇന്ത്യ സേ ഹൂം, മേ അഭി ദില്ലി മേ കമ്പനി മേ കാം കർ റഹീ ഹൂം, ലേഡി പറയുമ്പോ. ഓക്കെ, താങ്കളുടെ പേരെന്താണ്? നാം ക്യാ ഹൈ ആപ്കാ? മേരെ നാം സീത ഹൈ. അവിടെ മേരി നാം എന്ന് പറയേണ്ട, മേരാ നാം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം തൊട്ടടുത്ത് വരാൻ പോകുന്ന ഫെമിനിൻ വേർഡ് അഥവാ സ്ത്രീലിംഗ വാക്കുകളെ അടുത്ത് വരുമ്പോഴാണ് എന്താവുള്ളൂ ഇവിടെ മേരി എന്ന് പറയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ മാതാവ് എന്നെങ്ങനെ പറയാം? എന്റെ മാതാവ് നാട്ടിലാണ്, അല്ലെങ്കിൽ എന്റെ മാതാവ് ഇപ്പോൾ ആശുപത്രിയിലാണ്, എന്റെ മാതാവ് വീട്ടിലുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. മേരി അമ്മി എന്ന് പറയാം. മേരാ അമ്മി അല്ല, മേരി അമ്മി. അത് പുരുഷൻ പറയുമ്പോഴും ഞാൻ പറയാണ് മേരി അമ്മി അഭി ഗർഭേ ഹൂം, മേരി അമ്മി അഭി ഗർഭേ ഹേ, സോറി, മേരി അമ്മി അഭി ഗർഭേ ഹേ, എന്റെ മാതാവ് ഇപ്പോൾ വീട്ടിലാണ്, എങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ സമയത്താണ് മേരി എന്ന ആ ഒരു ഈ പിന്നെ ഫെമിനിൻ വേർഡ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള മലയാളത്തിന്റെ ഒരു ഓപ്പോസിറ്റ് ശൈലി ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഓക്കെ ഓക്കെ, ധന്യവാദം. മാഡം, എന്ത് ജോലിയാണ് താങ്കൾ ചെയ്യുന്നത്? മാഡം ആപ് ക്യാ കാം കർത്തി ഹേ? മാം ആപ് ക്യാ കാം കർത്തി ഹേ? മാഡം ആപ് ക്യാ കാം കർത്തി ഹേ? ബഹൻജി എന്നൊക്കെ പറയാം. ഓക്കെ, അവർ പറയുന്നത് മാഡം തന്നെ വിളിച്ചാൽ മതി. മാഡം ആപ് ക്യാ കാം കർത്തി ഹേ? ഈ ആപ്പ് എന്ന് പറയുന്നത് പുരുഷനോടും സ്ത്രീയോടും ബഹുമാനത്തോടു കൂടെ പറയുന്നതാണ്. അപ്പൊ മലയാളത്തിൽ അങ്ങനെ തന്നെ താങ്കൾ എന്ന് പറയുമല്ലോ. ഒരു മാന്യയായ ഒരു വ്യക്തിയോട് സ്ത്രീ ആയാലും പറയും, താങ്കൾ എന്ന് പറയും, ആപ്പ് എന്ന രീതി പറയും. അതിന്റെ ശൈലിയാണ്. ഭാഗത്തിന് ഞാനൊരു നേഴ്സാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ പറയാം? മേക്ക് നേഴ്സും. നിങ്ങൾ ആ ഹിന്ദി തന്നെ നോക്കണ്ടെങ്കിൽ ഹിന്ദിയുടെ കറക്റ്റ് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, അത് വായിക്കാം. അല്ലെങ്കിൽ ഒന്നും വായിക്കാതെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. മേക്ക് നേഴ്സും ആസ്പിത്താൽ മേ, ഇങ്ങനെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, ആസ്പിത്താൽ മേ കാം കർത്തി ഹൂം, അല്ലെ ആസ്പിത്താൽ മേ കാം കർ റഹീ ഹൂം. അപ്പൊ ഇവർ അങ്ങോട്ട് ചോദിക്കാണ്, സഹോദരൻ താങ്കൾ എന്താ ജോലി ചെയ്യുന്നത്? ഭായ് സാബ്, ഭായ് സാബ് ആപ് ക്യാ കാം കർ രഹേ ഹൈ? ആപ് ക്യാ കാം കർത്തെ ഹൈ ജനാബ്? ആപ് ക്യാ കാം കർ രഹേ ഹൈ ഭായ് സാബ് എന്നൊക്കെ പറയാം. ക്യാ കാം കർത്തെ ഹൈ? ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്യുകയാണ്. मैं दुबई में एक बिजनेस कारोबार कर रहा हूँ, बिजनेस कर रहा हूँ. ओके, मैं दुबई में बिजनेस कर रहा हूँ, मैं दुबई में बिजनेस कर रहा हूँ, പുരുഷൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളോട് പഠിച്ചു. ജസ്റ്റ് അതിനൊരു ഇമ്പോർട്ടന്റ് നമ്മൾക്ക് വായിക്കാം.
ഈ കാം കർണ എന്ന് പറയും, ഈ കർണ എന്ന് പറയുന്ന സാധനം വെച്ച് 100 കണക്കിന് വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കർണ ഇതൊരു ഭയങ്കര സാധനം തന്നെയാണ്. കർണ, കർണ, ബാത് കർണ, ഫിറ്റ് കർണ, സെറ്റ് കർണ, ടീ കർണ, സഫായി കർണ, ഇങ്ങനെ സാഫ് കർണ ഒക്കെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താക്കണം, ഒക്കെ കർണ വെച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഡൂയുടെ സ്ഥാനത്താണ്, മലയാളത്തിലെ ചെയ്യുക എന്ന പിന്നെ അർത്ഥത്തിനാണ് ഉള്ളത്. ഓക്കെ, കർണ ചെയ്യുക. ഓക്കെ, കാം കർണ ജോലി ചെയ്യുക, ബാത് കർണ സംസാരിക്കുക, ഠീ കർണ ശരിയാക്കുക, സാഫ് കർണ വൃത്തിയാക്കുക. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അതിന് നമുക്ക് ഇനി ടെൻസിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഇനി പിന്നീട് അടുത്തൊരു ക്ലാസ് നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ കർണയുടെ കീജിയെ എന്ന് പറയാം. ये काम कीजिए जनाब, कर लीजिए എന്ന് പറയും. कर लीजिए, ചെയ്തു തരൂ എന്ന ബഹുമാനത്തിന്റെ ഒരു ശൈലിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം ഉള്ളത്. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ, ആരാണ് ഇതിൽ സംസാരിക്കാൻ ലെവലുള്ളത്? एक आदमी से मैं बात करना चाहता हूं मैं, आइए जिन लोग आप इसमें बात करना चाहते हैं तो नौफल मीरान। ओके, कोई बात नहीं, कहाँ से आप? 1 मिनट जरा वेट कर लीजिए। जी जनाब, क्या हाल है? ठीक है, ऑन कर लीजिए, आपका माइक ऑन कर लीजिए। जी जनाब, क्या हाल है जनाब? ठीक है, अस्सलाम वालेकुम। जी साहब, वालेकुम सलाम, नमस्कार। कैसे हैं? ये अरबी क्लास नहीं है, उर्दू क्लास है, हिंदी क्लास है। आप कहाँ से बात कर रहे हैं जनाब? क्या हाल है? आप मैं ठीक है? अभी केरला मूनार से बात करता हूँ। अच्छी बात है। नाम क्या है आपका? मेरा नाम नौफल मीरन हो। बहुत बढ़िया, अच्छी बात है। आप आप कहाँ कैसे से हैं हो? जनाब? मैं अभी केरला पे। केरला पे? अच्छा, केरला में कहाँ से, कौन से इलाके में रहते हैं आप? अभी मूनार पे है, मूनार। मूनार? ओ, मूनार बोले तो हमारा एक टूरिज्म प्लेस है ना, मूनार। हाँ है, अच्छी बात अभी है। इधर काम चल रहा है। अच्छा, क्या काम है? आप क्या काम करते हैं आप? मैं अभी इलेक्ट्रिकल इंजीनियर का काम चल रहा है। अच्छा, आप इंजीनियर हैं। अच्छा, तो आपस में आप നിങ്ങൾ പരിചയപ്പെടുത്തു. ഞാൻ നൗഫൽ മീരാൻ, ഞാനൊരു मेरा नाम नौफल പറയാം, ഞാൻ मीरन है। ഇന്ത്യക്കാരനാണ്. നിങ്ങളൊരു കോമൺ പ്ലേസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയും നിങ്ങളുടെ കേരളവും നിങ്ങളുടെ നാഷണാലിറ്റി ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ സ്ഥലത്ത് ജോലി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് हो सकते हैं हिंदी में मेरा बात कर नाम लीजिए। नौफल है। मेरा नाम नौफल हो। मैं इंडिया से आ गया, इंडिया पे है। सॉरी, मैं अभी केरला पे है। अभी मूनार पे एक रिसोर्ट पे इलेक्ट्रिकल इंजीनियर का काम चल रहा हूँ। अभी पूरा बढ़िया है। और क्या കഴിഞ്ഞു. नहीं, നമുക്കെല്ലാം അറിയാം, പക്ഷെ എന്താണ് നമ്മൾ ആ ഒരു ഒഴുക്കിൽ നമ്മളിപ്പോ 5-8 കാര്യം പറഞ്ഞു. ഇവിടെ നിങ്ങൾ എന്നോട് കൂടി ചോദിച്ചിട്ട് അതാണ് നമ്മളിപ്പോ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കുക. പ്രാക്ടീസ് എങ്ങനെയാന്ന് വെച്ചാല് ബൈ സാബ്, അപ്പൊ നിങ്ങൾ ആദ്യം പറയുന്നു, എന്നെ ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ ചോദിക്കുന്നു, നമ്മൾ പറയുന്നു. ഈ ഒരു ഒഴുക്കിൽ പോകാനും നല്ലത്. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പരിചയപ്പെടുത്താം. मैं सईद हूँ, मैं एक टीचर हूँ, मैं अभी अरबिक यूनी एक अकेडमी में काम कर रहा हूँ। मैं केरला से हूँ, केरला के कॉलिकट और मलप्पुरम के दरमियान अरीकोट में रहती हूँ, अरीकोट में रहता हूँ। मैं दुबई में अरबिक यूनी के दुबई के कंपनी में काम कर रहा हूँ। और आप कहाँ से जनाब, क्या नाम है आपका? ഇങ്ങനെ പോയാൽ മതി. क्या हाल है, आप कैसे हैं, ഇങ്ങനെ പോവാം. ഓക്കെ, ഇതന്നെയാണ് നമ്മളിപ്പോ ഒരു സംസാരിക്കുമെന്ന് വെച്ചാൽ നമ്മൾ അറിയാത്തൊരു ഒഴുക്ക് നമുക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, आपका शुक्रिया, बहुत शुक्रिया मीरा साहब, बहुत धन्यवाद, इतना देर हमारा साथ बात किया ना. അപ്പൊ എല്ലാ ആളുകളോടും സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇതിലുള്ള ഒരു 5 സ്റ്റെപ്പാണ്. ഈ 5 സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം സംസാരിക്കുമ്പോൾ എഴുതി വെച്ച് പോവാം. ഹിന്ദി അറിയാം, പക്ഷെ സംസാരിക്കാൻ കിട്ടും എന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. കോൺഫിഡൻസ് ആണ് വരെ നമ്മൾ എന്താക്കണം, മനസ്സിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്താവില്ല, നമ്മള് ചിലപ്പോൾ അറിയാത്തൊരു പൊട്ട ഹിന്ദി പറഞ്ഞു അത് ക്ലിയർ ആക്കാം. ഓക്കെ, മേ എന്ന് പറയുമ്പോ ഹൂ എന്ന് പറയണം, മേര എന്ന് പറയുമ്പോ ഹേ പറയണം. അതൊരു പ്രധാന സംഗതിയാണ്. ഓക്കെ ഓക്കെ, ഇനിയിപ്പോ അതിന്റെ തൊട്ടടുത്ത് നമ്മൾ മേ ഷാദി ശുദാഹും, അവിടെ നമ്മൾ പേര് പറഞ്ഞു, പ്രൊഫഷൻ പറഞ്ഞു, നമ്മൾ രാജ്യം പറഞ്ഞു, നമ്മളുടെ ഇപ്പോൾ ജോലി ചെയ്യുന്നത് എവിടെയാന്ന് പറഞ്ഞു, അല്ലെ?
ഈ 4 സംഗതി നമ്മൾ പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞല്ലോ. അതേപോലെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വിശദീകരണം കൊടുത്തു. എന്നിട്ട് നമ്മൾ മറ്റൊരാളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. ഇനി തൊട്ടടുത്തേക്ക് മേ ഷാദി ശുദാഹും, ഇങ്ങനെ ഉണ്ടോ? ഞാൻ വിവാഹിതനാണ് എന്ന് ഇവരെങ്ങനെ പറയാം? മേ ഷാദി ശുദാഹും. എന്ത് ശുദ എന്താണ് ഞാൻ ചോദിച്ചു ഇന്ത്യക്കാരോട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈയിടെ ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോ ഫാത്തിയ കീത്തിയ പടോ, ഫാത്തിയ കീത്തിയ പടോ എന്നപ്പോ ഫാത്തിയ എനിക്കറിയാം, കീത്തിയ എന്താന്ന് ചോദിച്ചു. അത് അങ്ങനെ ഒരു വർത്താനം. ചോട്ടാ മോട്ടാ ബാത്ത് എന്ന് പറയുമ്പോ ആ മോട്ട എന്താ? ഒന്നും അല്ലത്, അത് ഓരോ സംഗതി ശൈലിയ. ഹാൽചാൽ എന്ന് പറയുന്ന ചാലെന്താ? ഒന്നും അല്ല ചാല്. അപ്പൊ ഇങ്ങനെ രണ്ടും കൂടി വെറുതെ കണ്ട് കൂട്ടി കണക്കാന്നുള്ളത് ഈ ഇന്ത്യക്കാരുടെ സ്വഭാവം. അങ്ങനെ പറയാം. ചോട്ടാ മോട്ടെ ബാത്ത് കറോനാ, സോട്ടെ മോട്ടെ എന്ന് പറയും. ഷാദി ശുദ. അപ്പൊ ഞാൻ വിവാഹിതനാണ്, മേ ഷാദി ശുദാഹും. അതന്നെയാണ് ലേഡി പറയുമ്പോഴും മേ ഷാദി ശുദാഹും. മേനെ ഷാദി കിയ നമ്മൾ മലയാളത്തിന്റെ ഇന്ത്യക്ക് പറയുന്നു വേണ്ട, ഓരോ ശൈലി അതാ ഷാദി ശുദ. ഷാദി ശുദ എന്ന് പറയും. വിവാഹിതനാണ് അല്ല വിവാഹിതയാണ് എന്ന് പറയുന്നിടത്താണ്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ളത്. ഓക്കെ, ഇനി ആരെങ്കിലും ഒരാൾക്കും കൂടി ഒരു ചാൻസ് തരാം. നിങ്ങൾ നിങ്ങളുടെ ആപ്പസ് താറുഫ് ദേനയ്ക്ക് ലിയേ താറുഫ് ദേന എന്ന് പറയാം. പ്യൂർ ഹിന്ദി ഉറുദു വേർഡാണിത്. നോർത്ത് ഇന്ത്യ യു പി ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് യു പി. ഡൽഹിയിലേക്ക് പോകുമ്പോൾ കോടിക്കണക്കിന്, അതായത് 9 അല്ലെ 10 കോടി മനുഷ്യർ താമസിക്കുന്ന രാജ്യത്തെ ഏറ്റവും പവർഫുൾ ഭാഷ ഈ ഉറുദു ഹിന്ദി മിക്സ് ആയ സാധനമാണ്. ന്യൂഡൽഹി, അതേപോലെ തന്നെ നൈദില്ലി, പുരാണ ദില്ലി, അതേപോലെ തന്നെ ഝാർഖണ്ഡ്, ഇവിടെയൊക്കെ അതാണ്, ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അതായത് ഈ ഒരു ഞാൻ ഈ പറയുന്ന ശൈലിയാണ്. ഓക്കെ, അതേപോലെ എന്താണ് ലോകത്തെ ഏറ്റവും വലിയ സിനിമ, ഒരു ഇന്ത്യൻ സിനിമയുടെ ഡയലോഗ്, ഹിന്ദി സിനിമയുടെ ഡയലോഗ് ഈ പ്യൂർ ഞാൻ ഈ പറയുന്ന സാധനം തന്നെയാണ്. ഓക്കെ, आपका धन्यवाद, बहुत शुक्रिया. आज से हम हिंदी बज़बान बात करने को शुरू करना है. അപ്പൊ ഹിന്ദി സംസാര ഭാഷ പഠിപ്പിക്കുന്ന ഹിന്ദി യൂണി, അറബിക് യൂണിയുടെ പാട്ടായ ഹിന്ദി യൂണിയുടെ കോഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം. അത് നമ്മൾ പുതിയതായിട്ട് നേരത്തെ നമ്മുടെ ചാനലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിനു വേണ്ടി സ്പെഷ്യൽ ഒരു ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് കീജിയെ. और हमारा കോഴ്സ് സ്റ്റാർട്ട് മെയ് 2 तारीख को. ठीक है, മെയ് 2 നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് എന്ന ഒരു ഖുഷ് ഖബരി मैं सुनाता हूं आपको. ഖുഷ് ഖബരി എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ന്യൂസ്. ഓക്കെ, ഞാൻ കാര്യം ജസ്റ്റ് എല്ലാവരും ഒന്ന് ഓണാക്കുന്നുണ്ട്. आपको जो बोलना चाहते हैं तो आपको बोल सकते हैं, कोई तकलीफ नहीं है. अभी हमारा 5 मिनट बाकी हैं. आपका धन्यवाद, बहुत शुक्रिया. ठीक है, यदि സംശയം, പ്രധാനപ്പെട്ട സംശയമായിട്ട് ചോദിച്ചോളി, बात करेंगे हम, कोई बात नहीं. ഓക്കെ, എല്ലാവരും കൂടി പാടാൻ ഓഫ് ആക്കേണ്ടി വരും. ഓക്കെ, ധന്യവാദ്. അപ്പൊ ഇവിടെ ഹിന്ദി എന്ന് പറയുന്ന ഈ ഒരു ഭാഷയുടെ സംസാരിച്ച് പരിശീലിപ്പിക്കുക എന്നൊരു ദൗത്യമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഒന്നുകൂടി നമ്മൾ ഹിന്ദി യൂണി എന്ന പേരിൽ എല്ലാം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അതിനൊരു തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, आपका धन्यवाद, बहुत शुक्रिया. खुदा हाफिज. ധന്യവാദ്. ധന്യവാദ്. എത്രയോ വാക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ നമുക്ക് എണ്ണിയാൽ 100 വാക്ക് നമുക്ക് എണ്ണാൻ പറ്റും. ഏത് ഹിന്ദിയും മലയാളവും യോജിക്കുന്നത്. അതല്ലെങ്കിൽ അറബി, ഗൾഫിലുള്ള ആളുകൾക്ക് അറബിയിൽ യൂസ് ചെയ്യുന്ന വാക്കും മലയാളം. ഇപ്പൊ നമ്മൾ ജറൂർ എന്ന് പറയില്ലേ, അതിപ്പോ ഗൾഫിലുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവർ അറബിയിൽ അത് ജറൂരി എന്ന് പറയും, ദറൂരി എന്ന് പറയും. അതെന്നെ സാധനം ജറൂർ. ഇത്ര അതേപോലെ തന്നെ ജ്യാദ എന്ന് പറയുമ്പോൾ അതെന്നെ ജാദ എന്ന് പറയുന്നു. അങ്ങനെ ഇത്ര ഗലം എന്ന് പറയും, അതന്നെയാണ് കലം എന്ന് പറയുന്നത്. അതങ്ങനെ. പിന്നെങ്ങനെ മലയാളത്തിലുള്ള 100 കണക്കിന് വാക്കുകൾ, 100 കണക്കിന് ഹസാറോ അൽഫാസ് हिंदी और अरबी में और केरला जबान में एक ही हैं, ഒരേപോലെ എത്ര വാക്ക് നമ്മൾ ചെറുത് കേട്ടാൽ ഇവർ അറബിയ പറയണെന്ന് തോന്നും. ഹിന്ദിയാണത്, ഹിന്ദിയാണ്, പ്യൂർ ഹിന്ദി. ഹിന്ദി സിനിമ ഡയലോഗ് മാത്രം കേട്ടാൽ മതി നിങ്ങൾ. അതുകൊണ്ട് നമ്മളിപ്പോ ഇനി അടുത്തൊരു ക്ലാസ്സിലൊക്കെ സിനിമ ഡയലോഗ് വെച്ചുകൊണ്ടുള്ള, അതല്ലെങ്കിൽ വ്ളോഗർമാരുടെ യൂട്യൂബിലെ ചാനൽ വെച്ചുകൊണ്ട് തന്നെ ഒരു പഠനം, അങ്ങനെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഭാഷയെ സുതാര്യമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുക. കഴിയുന്ന ആളുകൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഹിന്ദിക്കാരോട് സംസാരിക്കുമ്പോൾ മലയാളം പറയാൻ നിൽക്കണ്ട, അത് ഹിന്ദി തന്നെ പറയാം. ഓക്കെ,
आपका शुक्रिया, धन्यवाद, खुदा हाफिज। ഞാൻ എന്താ പറയണ്ടേ പറഞ്ഞോളി. നമ്മുടെ പുരാണ ലോക हमारे साथ बहुत बैठ रहे पता नहीं ഞാൻ 66-ാം ബാച്ചിലുണ്ടായിരുന്നു ഹിന്ദി. ആ 66-ാം ബാച്ചിലുണ്ടായിരുന്നു. എന്തായിരുന്നു ക്ലാസ് ഒക്കെ സൂപ്പർ ആയിരുന്നില്ലേ? നമ്മുടെ സാലി സാറല്ലേ ഉണ്ടായിന്? बहुत अच्छा था. പാട്ടൊക്കെ പാടി അങ്ങനല്ല പഠിപ്പിക്കുന്നത്. അതിലൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ പഠിച്ചപ്പോ നിങ്ങള് സാറേ? പാട്ട് പഠിച്ചിട്ടില്ല. അയാൾ പാട്ട് പാടാറില്ലേ? നല്ല नहीं രസകരമായ सीखा, बहुत ക്ലാസ്സാണ്. आसान था लेकिन हम नहीं सीखा. അപ്പൊ वो ഈ WH ക്വസ്റ്റ്യൻസ് ഒക്കെ പാട്ടിലൂടെയാണ് ആള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? वही बहुत अच्छा था, बहुत आसान था. ഞാനിപ്പോ പുതിയ ബാച്ചിലോ ഞാനിപ്പോ പുതിയതാ? ആ. പുതിയ ഞാനിപ്പോ ബാച്ചിലുണ്ടോ? പുതിയ ബാച്ചിലാണ്. ഓക്കെ, എങ്ങനെയുണ്ട് പഠനമൊക്കെ? എങ്ങനെ പോകുന്നുണ്ട്? തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങാൻ പോണ ബാച്ചിലാണ്. തുടങ്ങാൻ പോണ ബാച്ചിലാണ്. ഓക്കെ ഓക്കെ, ആപ്കാ ധന്യവാദ്, ബഹുത് ശുക്രിയ, ബഹുത് ശുക്രിയ. അപ്പൊ എന്തായിരുന്നാലും വളരെ സന്തോഷം. ഇത്രയും സമയം നമ്മളിത് തുടക്കാണ്. എല്ലാ ധന്യവാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ധന്യവാദ് എന്ന് പറഞ്ഞ ശുക്രിയ എന്നാ? ധന്യവാദ് എന്ന് പറയണം, നന്ദി എന്നർത്ഥം. നമ്മൾ ശുക്രിയ എന്ന് പറയണം, അതിന്റെ ഹിന്ദി വേണം ധന്യവാദ്. ധന്യവാദ് അഭിവാദ് എന്ന് പറഞ്ഞ പോലെ അഭിവാദ് എന്നാണ് ധന്യവാദ്. റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും കേൾക്കണല്ലോ. ധന്യവാദ്. എപ്പോഴും കേൾക്കണ്ടേ? അതെ അതെ, ധന്യവാദ്. അപ്പൊ എല്ലാവരോടും ഒരു നല്ല ഭാഷ സുന്ദരമായും ഹിന്ദിക്കാരെ പോലെ സംസാരിക്കാനുള്ള ഒരു കഴിവും അറിവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, हिंदी जबान बहुत ही आसान है, हर एक इंसान को ये बात कर सकते हैं क्योंकि ना अल्फाज तो एक ही हैं, अल्फाज तो एक ही हैं. हमारा जबान मलयालम में और आपका हिंदी में और आपका संस्कृत में सब एक ही अल्फाज बहुत काफी हैं. काफी अल्फाज तो एक ही हैं. इसी वजह से हमें आसानी से बात कर सकते हैं. വളരെ സന്തോഷം. എല്ലാ ആളുകളോടും പറയുന്നത് നിങ്ങൾ സംസാരിച്ച് മേലോട്ട് പോകണം. എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് इंशाअल्लाह अगले बार इसी दिन हम दोबारा अच्छा एक टॉपिक आके हम मिलेंगे इंशाअल्लाह. ഇതേപോലെ ഒരു നല്ല വിഷയമായി അടുത്ത നമുക്ക് കൊണ്ട് കാണാം. അതുവരെ അടുത്ത ആഴ്ച ഓക്കെ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ അഡ്മിൻ ടീമായിട്ട് കോൺടാക്ട് ചെയ്യാം. ശുക്രിയ.